ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ഉണക്കക്കൊഞ്ച് മാങ്ങയിട്ടൊരു കറി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പച്ചക്കൊഞ്ചിന് പകരം ഇവിടെ ഉണക്കക്കൊഞ്ചാണ് എടുക്കുന്നത്. പച്ചക്കൊഞ്ച് വെച്ചിട്ടും ഈ കറി ഉണ്ടാക്കാം. അപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ ചെമ്മീന് പകരം ഞങ്ങൾ കൊഞ്ചെന്നാണ് പറയുന്നത്. ചെമ്മീൻ എന്ന് പറയുന്നവരും കാണും. അതിനായിട്ട് ഞാൻ മാങ്ങ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉണക്കക്കൊഞ്ചാണ്. അപ്പോൾ ഉണക്കക്കൊഞ്ച് വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഒരു ചിരട്ടയ്ക്കകത്ത് നമ്മൾ മുറത്തിൽ നമ്മുടെ കൊഞ്ചെടുത്തിട്ട് അതിങ്ങനെ ചിരട്ട വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ തലയും വാലും ഒക്കെ പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും കൊഞ്ച്. വേണ്ട വല്യമ്മച്ചി ഉണ്ടോ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ആ കൊഞ്ച് ഒരു 3-4 വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാങ്ങയായിട്ട് മാറ്റി വെക്കുക ഒരു ചട്ടിക്കകത്ത്. അതിനുശേഷം അതിന് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് വേണ്ടത് നമുക്ക് കുറച്ച് തേങ്ങ, കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഇച്ചിരി ഉലുവാപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് അത് നമുക്ക് കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അതവിടെ ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചെറു തീയിൽ മീഡിയം തീയിലിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചോറിന് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല, മീനൊന്നും കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു തവണ ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് പച്ച കൊഞ്ചും ഇതേ രീതിയിൽ തന്നെ വെക്കും. അപ്പോൾ ഉണക്കക്കൊഞ്ചിനേക്കാൾ ഒന്നുകൂടെ ടേസ്റ്റ് പച്ചക്കൊഞ്ചിനാണെന്ന് മാത്രമേ ഉള്ളൂ. മെത്തേഡെല്ലാം ഈ രീതി തന്നെയാണ്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എൻ്റെ കറിയെല്ലാം റെഡി ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ അത് നോക്കി പൂച്ചക്കുട്ടനും വന്നിരിപ്പുണ്ട്. അവിടെ കണ്ടോ, നന്നായിട്ട് കുറുകി, മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. അപ്പോൾ വേണമെങ്കിൽ ഇതിനകത്ത് കടുക് വറുത്തൊഴിക്കാം കേട്ടോ. അപ്പോൾ ശരി, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ബൈ.